പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. നമ്മൾ ഇന്ന് മാൽദീവ്സ് പോവാണ്. ഓമിയുടെ ഫസ്റ്റ് ടൈം ഇൻ മാൽദീവ്സ്. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ പണക്കാരൻ ஆனால் ഏഴകൾക്ക് തോഴൻ. അങ്ങനെ നമ്മുടെ എയർപോർട്ട് എത്തി. ഇത്രയും നേരമുള്ള സന്തോഷം മുഴുവൻ എയറിലായി. എന്ത് പറ്റി രമണ? ഇവിടെ എത്തി. നമ്മുടെ ഏറ്റവും വലിയ ലഗേജ് വന്നില്ല. നമ്മുടെ ബാഗ് പോയാ? നീ എവിടെയാണ് ബാഗ് വെച്ചത്? നമ്മൾ പോയി ചോദിച്ചപ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് ഈ പ്രമുഖ ബ്രാൻഡായ ഇൻഡിഗോ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഫ്ലൈറ്റിൽ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവർ നൈസായിട്ട് അങ്ങ് മാറ്റിയിരുന്നു. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? നമ്മളോട് ചോദിക്കാതെ നമ്മളെ ഇൻഫോം പോലും ചെയ്യാതെയാണോ മാറ്റുന്നത് ചോദിച്ചു. അപ്പൊ ഇവിടെ നിൽക്കുന്നവര് പൊട്ടം കളിക്കുക. അവര് പറഞ്ഞു നിങ്ങൾ ഇൻഫോം ചെയ്തില്ലേ? തിരുമേനി ഒരു വേണ്ടി മറ്റേടത്ത് ഓർത്താൻ പറഞ്ഞു. ടിക്കറ്റ് എടുത്ത യാത്രക്കാരനെ ഞാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആകെപ്പാട് ഒരു പെട്ടിയും ചട്ടിയും കൊണ്ടാണ് വന്നത്. എന്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അതിനകത്താണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരാൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഇമാതിരി പരിപാടി ആരോടും കാണിക്കരുത്. നമ്മള് അപ്പൊ ലെറ്റ്സ് ബി പോസിറ്റീവ്. നമുക്ക് ഉള്ള ഇൻഡിഗോ നെഗറ്റിവിറ്റി തൽക്കാലത്തേക്ക് മറക്കാം. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. നിന്റെയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. ഇറങ്ങണം. നമ്മൾ 3 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേസ് ത്രൂ നമ്മളെ കൊണ്ടുപോയിരുന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? അപ്പൊ അതേ പുള്ളി തന്നെയാണ് ഇന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നതാണ് കേട്ടത്. 3 വർഷം മുന്നാടി നമ്മുടെ വ്ളോഗിലുണ്ടായിരുന്നു. കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട്. ഇപ്പൊ എന്ത് കാര്യത്തിനും ഞാൻ തന്നെ വേണം. അയ്യോ, കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നു. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഇന്ന് ഞാൻ കൊച്ചുമായിട്ട്. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്?